കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് അപകടം. നിർമ്മാണം നടക്കുന്ന ഓടയിലേക്ക് സ്കൂട്ടർ മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഒളവണ്ണ സ്വദേശി നിസാറിന് പരുക്കേറ്റു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെയാണ് ഓടയുടെ നിർമ്മാണം. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി. അജി, എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല, ഓടയുടെ നിർമ്മാണം അശാസ്ത്രീയമായി നടക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് ആ സംഭവ സ്ഥലത്ത് നിൽക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം. എന്താണ്? അനുജ, ഈ മലാപ്പറമ്പ് റോഡിലാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ഈ ഓടയുടെ അടക്കം ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇരുവശത്തും വലിയ തലത്തിൽ ഓട എടുത്തിട്ടുണ്ട്. ഈ ഓടയുടെ ആഴം നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം. അത് വലിയ ഓടയാണ്. ഇപ്പോൾ ഈ ഓടയിൽ വീണാണ് കോഴിക്കോട് എരിഞ്ഞിപ്പാലത്ത് ഈ അപകടമുണ്ടായത്. പരിക്കേറ്റത് ഒളവണ്ണ സ്വദേശി നിസാറിനാണ് പരിക്കേറ്റത്. ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഒരു സ്കൂട്ടർ യാത്രക്കൻ ഇവിടെ കേബിളിൽ കുരുങ്ങി ഓടയിലേക്ക് വീഴുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ അപകടങ്ങളാണ് സംഭവിച്ചത്. നമുക്കിപ്പോൾ ഈ വാർഡിന്റെ കൗൺസിലർ കൂടി നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ഉണ്ട്. നിരവധി അപകടങ്ങൾ ഇവിടെ തുടർക്കഥയാവുകയാണ്. കൗൺസിലടക്കം ഈ വിഷയം ഉന്നയിച്ചിരുന്നു. കൗൺസിലിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. എന്താണ് PWD പറയുന്നത് ശരിക്കും? കൗൺസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാനാഞ്ചിറ വെള്ളിമാടുന്ന് റോഡിന്റെ പ്രവർത്തനം ത്വരിതഗതിയിലാക്കണമെന്നും അത് ആവിഷ്കരിച്ച രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അത് നീക്കം ചെയ്യുന്നതിനും അതിനെ ഓവർകം ചെയ്യുന്നതിനും മീറ്റിങ്ങുകൾ രൂപീകരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഇന്നലത്തെ കൗൺസിലാണ് ഞങ്ങൾ. ഇതൊരു അപകടം തുടർക്കഥയാവുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം, ഒരു കയറോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അത് വലിയ അപകടമാണ്. ഇപ്പൊ രാത്രി കാലങ്ങളിൽ ഇത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥ. അപ്പോൾ ഈ കരാർ കമ്പനി എന്താണ് ഇതിനെപ്പറ്റി ശരിക്കും പറയുന്നത്? ഇതിനു മുൻപ് ഇതേ രീതിയിലുള്ള അപകടം സ്കൂളിന്റെ മുന്നിൽ ഉണ്ടായ സമയത്ത് തന്നെ ഞങ്ങൾ ഇവിടെയുള്ള ബന്ധപ്പെട്ട റെസിഡൻസിന്റെ ആളുകൾ ഇവരോട് പറഞ്ഞതാണ്. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരവിടെ ഒരു ഇരുമ്പിന്റെ സ്ലാബുകൾ കൊണ്ടുവച്ചു. അവിടെ ഇപ്പൊ വിഷയമല്ല. പക്ഷെ ഇങ്ങനെ ഓരോ ആക്സസ് പോയിന്റുകളിലും ഒരു അപകടം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ ഇത് ചെയ്യൂ എന്നുള്ള രീതിയാണ് ഈ ബന്ധപ്പെട്ട കമ്പനി ചെയ്യുന്നത്. അപ്പൊ ഇന്നിപ്പോ അവര് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് അപകടം ഉണ്ടായില്ല. നാളെ ഒരു ജീവൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ട് നമ്മൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു സേഫ്റ്റി മെഷേഴ്സോട് കൂടിയുള്ള പണി ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ തന്നെ ഞാനിത് പറഞ്ഞ് ഇങ്ങോട്ട് ഓടി വരുന്ന സമയത്ത് ഞാൻ കാറിലാണ് വന്നത്. ഇതിന്റെ ആ OP രാമൻ റോഡിലൂടെ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ആക്സസ് ശരിയല്ലാത്തതുകൊണ്ട് എൻ്റെ വണ്ടി ഫുള്ള് സ്കിഡ് ചെയ്ത് ബാക്കിലേക്ക് പോയതാ. അപ്പൊ ഇതിപ്പോ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് അപകടം ഉണ്ടാവുന്ന പല ആക്സസ് പോയിന്റുകളും ഈ റോഡിൽ തന്നെ ഉണ്ട്. 14 ഇത്തരം പോയിന്റുകളുണ്ട്. ഈ 14 പോയിന്റുകളിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടില്ല. അപ്പൊ റോഡ് വേണം, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷിതത്വം കൂടി. അതാണ്, ജനങ്ങളുടെ സുരക്ഷിതത്വം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സ്കൂട്ടർ ഓടയിലേക്ക് മറിഞ്ഞ് യാത്രികന് പരിക്കേറ്റു എന്നതാണ്. സ്കൂട്ടർ മറിയുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ. കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് അപകടമുണ്ടായത്. ഒളവണ്ണ സ്വദേശി നിസാറിനാണ് പരുക്കേറ്റത്. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിലാണ് ഈ അപകടമുണ്ടായത്. നിർമ്മാണം നടക്കുന്ന ഓടയിലേക്ക് സ്കൂട്ടർ മറിഞ്ഞ് വീഴുകയായിരുന്നു യാത്രക്കാരൻ. ഒരു സുരക്ഷാ ക്രമീകരണവും ഇവിടെ ഒരുക്കിയിട്ടില്ല. അങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ആ ആരോപണം അവിടെ ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അജി കുഞ്ഞുമോൻ തുടരുന്നുണ്ട്. അജി, ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ സ്കൂട്ടർ മറിഞ്ഞ് അതിലേക്ക് വീണു. ഭാഗ്യത്തിന് കാര്യമായി പരുക്കു പറ്റിയിട്ടില്ല കാര്യമായി എന്ന് തോന്നുന്നു, അല്ലേ? ഈ സ്കൂട്ടർ യാത്രക്കാരന് അനുജ പരിക്ക് കാര്യമായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ ഈ കുഴിയുടെ ആഴം അത് അത്രത്തോളം വലിയൊരു കുഴി, ഒരാൾ പൊക്കമുണ്ട് ഈ കുഴിക്ക് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ വലിയൊരു കുഴി തന്നെയാണ് ഇവിടെ ഉള്ളത്. അത് അത്രയേറെ ആഴത്തിലുള്ള ഒരു കുഴി. അപ്പോൾ ഇവിടെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. കാരണം ഇവിടെ ഈ റോഡിൽ ഒരു സ്കൂട്ടർ യാത്രികൻ പോകുമ്പോൾ അല്ലെങ്കിൽ കാൽനട യാത്രക്കാർ പോകുമ്പോൾ വീഴാനുള്ള സാധ്യത വളരെയേറെ വലുതാണ്. കാരണം ഒരാൾ താഴ്ചയുണ്ട് ഈ കുഴിക്ക്. അപ്പോൾ നിരന്തരം നമ്മളോട് അല്പസമയം മുൻപ് സംസാരിച്ചത് വാർഡ് കൗൺസിലറാണ്. വാർഡ് കൗൺസിലർ അടക്കം നിരവധി തവണ ഇതിനെതിരെ പരാതികൾ കൊടുത്തിരുന്നു. ഇതിൽ അടിയന്തരമായി ഈ ആളുകൾ ഇതിലേക്ക് വീഴാതിരിക്കാൻ അടിയന്തരമായി ഇടപെടലൊക്കെ നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇത് ഈ മലാപ്പറമ്പിലെ പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിനപ്പുറം കളക്ട്രേറ്റ് ആണ്, സ്കൂളുകളടക്കം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഇതേപോലെ തന്നെ വലിയ തിരക്കുകളുണ്ട്. വൈകുന്നേരങ്ങളിൽ ബൈക്ക് യാത്രക്കാരടക്കം വലിയ തരത്തിൽ ഇതിലേക്കൂടെയൊക്കെ
പോകുന്ന സ്ഥലവും കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ അപകടം വിളിച്ചു വരുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ഈ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റിട്ടില്ല. പക്ഷേ ഇതിനു മുൻപ് ബൈക്ക് യാത്രക്കാരനായ അച്ഛനും മകൾക്കും അന്ന് പരിക്കേറ്റിരുന്നു. അവരുടെ പരിക്ക് അത് ഗുരുതരമായിരുന്നു. അന്ന് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കേബിളുകൾ അശാസ്ത്രീയമായി റോഡിൽ അലക്ഷ്യമായി വലിച്ചിടുന്ന ഒരു സ്ഥിതിവിശേഷം അന്നുണ്ടായിരുന്നു. അന്ന് കൃത്യമായ നടപടിയൊക്കെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഏതായാലും വാർഡ് കൗൺസിലർ അടക്കം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കടക്കം പരാതികൾ നൽകുവാനും നിവേദനം നൽകുവാനുമാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. കോർപ്പറേഷന്റെ കൗൺസിലിൽ ഇക്കാര്യം വിഷയം ഉന്നയിക്കുകയും അടിയന്തരമായി ഇടപെടൽ വേണമെന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്നിട്ട് പോലും ഇവിടെ യാതൊരു വിധത്തിലുള്ള ഒരു നടപടി എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അനുജ, അജയ്, ഇതിപ്പോൾ എത്ര നാളായി നിർമ്മാണം ഇവിടെ നടക്കുകയാണ്? ഇതിനു മുൻപ് മറ്റൊരു വിഷയമായിരുന്നു അവിടെ അപകടമുണ്ടായത് എന്ന് അജയ് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇത് എത്ര നാളായി ഇങ്ങനെ നടക്കുകയാണ് ഈ നിർമ്മാണ പ്രവൃത്തി? അനുജ, കഴിഞ്ഞ ഒരു മാസമായി ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു മാസമായി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും വലിയ തരത്തിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു സൈഡ് ചേർന്നാണ് വാഹനങ്ങൾ കിടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസമായിട്ട് ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉന്നത നിലവാരത്തിലുള്ള ഒരു ടാറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ദ്രുതഗതിയിൽ പണി നടക്കുമ്പോൾ പോലും വലിയ തരത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ ഓടയുടെ നിർമ്മാണ സാധനങ്ങളൊക്കെ ഇങ്ങനെ അലക്ഷ്യമായ ഓടയിലേക്ക് ഇടുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം കേബിളുകൾ ഇങ്ങനെ അലക്ഷ്യമായിട്ടൊക്കെ ഇട്ടിരിക്കുന്നു. ഇതൊക്കെ ആളുകൾ വീഴാനുള്ള ഒരു സാധ്യത ഏറെയാണ്. ഈ ചെറിയൊരു റോഡ്, ഒരു പ്രധാനപ്പെട്ട റോഡാണ്. കണ്ണൂർ ഒപ്പം തന്നെ വയനാട് മേഖലകളിലേക്കൊക്കെ പോകാൻ ആളുകൾ നഗരത്തെ ചുറ്റി വരാതെ പെട്ടെന്ന് പോകാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. ആ റോഡിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടങ്ങൾ പതിവാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ കേബിളുകളടക്കം ഇങ്ങനെ അലക്ഷ്യമായി തന്നെ റോഡുകളിൽ കിടക്കുന്നു. അതിനുവേണ്ട നടപടികൾ എടുക്കുന്നില്ല. നമുക്കറിയാം ഈ കമ്പികളടക്കം ഇങ്ങനെ ഈ ഓടയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കമ്പികളടക്കം ഇങ്ങനെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇങ്ങനെ സൈഡിലുണ്ട്. പക്ഷേ ഇതൊക്കെ രാത്രിയിൽ, പ്രത്യേകിച്ചും രാത്രിയിലാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ രാത്രി ഭാഗങ്ങളിൽ ഈ ഭാഗത്തൊക്കെ വെളിച്ചക്കുറവുണ്ട്. വെളിച്ചക്കുറവ് വരുമ്പോൾ ഇതൊന്നും തന്നെ കാൽനട യാത്രക്കാർക്ക് പോലും കാണാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇവിടെ ബാരിക്കേഡ് അല്ലെങ്കിൽ ഇത് തിരിച്ചറിയാൻ, ഇവിടെ പണി നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ട തരത്തിലുള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ള. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.